ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഇവ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമുകളും പിന്നെ കുറച്ച് സെൻറ്റൻസുകളും കൂട്ടത്തിൽ. അപ്പോൾ അതിന് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമിലാണ് നമ്മൾ ഡു ഡസ് ഇവ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇവ ഉപയോഗിക്കുന്നത്? നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇഷ്ടങ്ങൾ, അതുപോലെ പ്രപഞ്ച സത്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, ചേഞ്ച് ഇല്ലാത്തവ, ഇവയുമൊക്കെ ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്ന സിറ്റുവേഷനിലാണ് നമ്മളിവ ഉപയോഗിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? അതായത് ഷീ, ഹി, ഇറ്റ്, ഒരു പേര് എന്നിങ്ങനെ ഒരൊറ്റ എണ്ണം വരുന്ന സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡസ് യൂസ് ചെയ്യുന്നു. ഐ, വി, യു, ദേ എന്നിങ്ങനെ ഒന്നിൽ കൂടുതൽ എണ്ണം വരുന്ന പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ഡു ഉപയോഗിക്കും. ഡു അല്ലെങ്കിൽ ഡസ് ഇവയ്ക്ക് ശേഷം സബ്ജക്റ്റാണ് നമ്മൾ വെക്കേണ്ടത് ക്വസ്റ്റ്യനിൽ. അതിന് ശേഷമാണ് വേർബ് യൂസ് ചെയ്യേണ്ടത്, അതായത് വേർബിൻ്റെ ബേസ് ഫോം. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സെൻറ്റൻസുകളിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബിൻ്റെ കൂടെ ഒരു എസ് ചേർത്തിട്ട് വേണം നമ്മൾ പറയാൻ. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ വേർബിനോട് എസ് ചേർത്ത് ആ വേർബിനെയും കൂടി സിംഗുലർ ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി ശ്രദ്ധിക്കുമല്ലോ, കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. ക്വസ്റ്റ്യൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡബ്ല്യു ക്വസ്റ്റ്യൻസ്, അതായത് വാട്ട്, വിച്ച്, വെൻ ഇവയിലൊക്കെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ ഡു, ഡസ് ഇവ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനെ രണ്ട് തരം ക്വസ്റ്റ്യനുകളുണ്ട്. ഡബ്ല്യു ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ എംബറഡ് ക്വസ്റ്റ്യൻസ് എന്നാണ് മറ്റേ ഡു ഡസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറയുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അവൻ എപ്പോഴാണ് പഠിക്കാറ്? ഇതൊരു ക്വസ്റ്റ്യനാണ്. അവൻ എപ്പോഴാണ് പഠിക്കാറ്? നമ്മൾ യൂഷ്വലായിട്ട് എന്താണ് ചെയ്യാറ് ആ രീതിയിലുള്ള അർത്ഥത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അവൻ എപ്പോഴാണ് പഠിക്കാറ്? അതെങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? എപ്പോൾ എന്നതിന് നമ്മൾ വെൻ എന്ന ഡബ്ല്യു വേർഡാണ് യൂസ് ചെയ്യുക, ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ വെൻ ഡസ് ഹീ സ്റ്റഡി എന്നാണ് ചോദിക്കേണ്ടത്. വെൻ ഡസ് ഹീ സ്റ്റഡി, വെൻ ഡസ് ഹീ സ്റ്റഡി. ഇതിലുള്ള വെന്നിനെ മാറ്റി വെച്ചാൽ നമ്മൾ ഡസ് ഹീ സ്റ്റഡി എന്ന് മാത്രം എടുത്താൽ, ഡസ് ഹീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ആ ക്വസ്റ്റ്യൻ അതും ഒരു ക്വസ്റ്റ്യനാണ്. ഡസ് ഹീ സ്റ്റഡി എന്ന് വെച്ചാൽ അവൻ പഠിക്കാറുണ്ടോ എന്നാണ് അതിനർത്ഥം. അവൻ പഠിക്കാറുണ്ടോ? വെൻ ഡസ് ഹീ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴാണ് പഠിക്കാറ്. ഓക്കെ, അവൻ എപ്പോഴാണ് പഠിക്കാറ്. അപ്പോൾ അവന് സ്കൂളിൽ പോകാറുണ്ട്. ഹീ ഗോസ് ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകാറുണ്ട് എന്നെങ്ങനെ പറയാം? ഹീ ഗോസ് ടു സ്കൂൾ. ഗോ പോവുക എന്ന വെർബിനോട് നമ്മൾ എസ് ചേർത്തു. ഹീ സിംഗുലറാണ്, അപ്പോൾ ഹീ ഗോസ് ടു സ്കൂൾ. അവൻ രാത്രിയിലാണ് പഠിക്കാറ്. ഹീ സ്റ്റഡീസ് അറ്റ് നൈറ്റ്. ഹീ സ്റ്റഡീസ് അറ്റ് നൈറ്റ്. ഹീ സ്റ്റഡീസ് ആണ്. സ്റ്റഡി എന്ന ബേസ് വെർബിൻ്റെ കൂടി നമ്മൾ എസ് ചേർത്ത് കഴിഞ്ഞാൽ അതെങ്ങനെ പറയാം? സ്റ്റഡീസ്. STUDIES. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോവാറ്? ഹൗ ഡസ് ഹീ ഗോ ടു സ്കൂൾ? അവൻ നടന്നാണ് പോവാറ്. ഹീ ഗോസ് ഓൺ ഫുട്ട്. ഇനി അവൻ ബസ്സിനാണ് പോവാറ് എന്ന് പറയാൻ ഹീ ഗോസ് ബൈ ബസ്. ഹീ ഗോസ് ബൈ ബസ്, അല്ലെങ്കിൽ ഹീ ഗോസ് ബൈ ബൈസിക്കിൾ. ഹീക്ക് പകരം ഷീയോ അതുപോലെ ഒറ്റ പേരും ഒക്കെ വെച്ചിട്ട് വരുമ്പോഴും ഇതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നീ എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ടോ? അത് എന്നോടാണ് ചോദിക്കുന്നത്. നീ എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ടോ? അതൊരു യൂഷ്വൽ ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന നിലക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? നമ്മൾ നീ യു വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡു യു വാക്ക് എവറി ഡേ ഇൻ ദ മോർണിംഗ്. ഡു യു വാക്ക് എവറി ഡേ ഇൻ ദ മോർണിംഗ്. രാവിലെ എല്ലാ ദിവസവും നടക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് എന്നാണെങ്കിൽ എങ്ങനെ നമുക്ക് പറയാം ആൻസർ? എസ് ഐ ഡു എന്ന് പറയാം. ഐ ഡു എന്ന് പറഞ്ഞാൽ മതിയാവും. എസ് ഐ ഡു എന്നാൽ ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് അതിനർത്ഥം. എസ് ഐ ഡു. നോ എന്നാണെങ്കിലോ നോ ഐ ഡോണ്ട് എന്ന് പറയാം. നോ ഐ ഡോണ്ട്, ഇല്ല ഞാൻ ചെയ്യാറില്ല, ഞാൻ എല്ലാ ദിവസവും നടക്കാറില്ല എന്നാണ് അർത്ഥം. ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ നമ്മൾ ഈ രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട് എന്നെങ്ങനെ നമ്മൾ സാധാരണ പറയുക? സെൻറ്റൻസ് ആക്കി പറയുക. ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട്. ഐ വാക്ക് എവറി ഡേ. ഐ വാക്ക് എവറി ഡേ. ഐ വാക്ക് എവറി ഡേ. ഐ ആണ്. അപ്പോൾ നമുക്ക് വാക്ക് എന്ന ബേസ് വെർബ് മാത്രം അതിനോട് ചേർത്താൽ മതി. ഐ വാക്ക് എവറി ഡേ. ഇനി നീ എത്ര മണിക്കാണ് നടക്കാറ്? എത്ര മണിക്കാണ് നീ നടക്കാറ്? വാട്ട് ടൈം ഡു യു വാക്ക്? വാട്ട് ടൈം ഡു യു വാക്ക്? എത്ര മണിക്കാണ് നടക്കാറ്? നമ്മൾ സമയം എന്തായി എന്നിങ്ങനെ ചോദിക്കുക? വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാണ് ചോദിക്കുക, അല്ലേ? വാട്ട് ടൈം ഈസ് ഇറ്റ്. അതുപോലെ എത്ര മണിക്കാണ് നീ നടക്കാറ്? വാട്ട് ടൈം ഡു യു വാക്ക്? വാട്ട് ടൈം ഡു യു വാക്ക്? ഞാൻ രാവിലെ 6 മണിക്ക് ശേഷമാണ് നടക്കാറ്.
ഐ വാക്ക് ആഫ്റ്റർ 6 o'clock ഇൻ ദ മോർണിംഗ്. ഐ വാക്ക് ആഫ്റ്റർ 6 o'clock, 6 മണിക്ക് ശേഷം. ആഫ്റ്റർ 6 o'clock ഇൻ ദ മോർണിംഗ്. അപ്പം നേരത്തെ നമ്മൾ അറ്റ് നൈറ്റ് അല്ലേ, നൈറ്റ് ആകുമ്പോൾ അറ്റ് എന്നാണ് ഉപയോഗിക്കുക. മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇൻ ദ മോർണിംഗ് ആണ്. ഈവനിങ് ആകുമ്പോൾ ഇൻ ദ ഈവനിങ്. ഓക്കെ, ഐ വാക്ക് ആഫ്റ്റർ 6 o'clock ഇൻ ദ മോർണിംഗ്. ഐ വാക്ക് ആഫ്റ്റർ 6 o'clock ഇൻ ദ മോർണിംഗ്. രാത്രിയിൽ നീ എന്താണ് കഴിക്കാറ്? എന്താണ് പതിവായിട്ട് കഴിക്കാറ് എന്നുള്ള അർത്ഥത്തിൽ. വാട്ട് ഡു യു ഈറ്റ് അറ്റ് നൈറ്റ്? വാട്ട് ഡു യു ഈറ്റ് അറ്റ് നൈറ്റ് എന്നാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചില ചപ്പാത്തി കഴിക്കാം, അല്ലെങ്കിൽ ചോറ് കഴിക്കാം, ഒന്നും കഴിക്കാതെ ഇരിക്കാം, ജ്യൂസ് മാത്രം കുടിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. അതെങ്ങനെ പറയും? ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. ഐ ചപ്പാത്തി. ഐ ഈറ്റ് ചപ്പാത്തി. ഞാൻ ചപ്പാത്തിയാണ് കഴിക്കാറ്. ഇനി അവൾ എന്താണ് കഴിക്കാറെന്ന് ചോദിക്കുകയാണ്. അവൾ എന്താണ് കഴിക്കാറ്? വാട്ട് ഡസ് ഷീ ഈറ്റ് അറ്റ് നൈറ്റ്? വാട്ട് ഡസ് ഷീ ഈറ്റ് അറ്റ് നൈറ്റ്? അവൾ രാത്രിയിൽ എന്താണ് കഴിക്കാറ്? അപ്പോൾ അവൾ എന്താണ് കഴിക്കാറ്? അവൾ ചോറാണ് കഴിക്കാറ്. അവൾ ചോറാണ് കഴിക്കാറ് എന്നെങ്ങനെ പറയാം? ഷീ ഈറ്റ്സ് റൈസ്. ഷീ ഈറ്റ്സ് റൈസ്. അവൾ ചോറാണ് കഴിക്കാറ്. ഇപ്പോൾ ഈറ്റ്സ്, ഈറ്റല്ല ഈറ്റ്സ്, ഷീ ആണ്. അപ്പോൾ ഷീ ഈറ്റ്സ് റൈസ്. ഷീ ഈറ്റ്സ് റൈസ്. പിന്നെ അവരെന്താണ് കഴിക്കാറെന്ന് ചോദിക്കുകയാണ്. വാട്ട് ഡു ദേ ഈറ്റ് അറ്റ് നൈറ്റ്? അവരെന്താണ് രാത്രിയിൽ കഴിക്കാറ്? അവരാണ്. അപ്പോൾ ദേ. അവർ ഒന്നും കഴിക്കാറില്ല. അവർ ഒന്നും കഴിക്കാറില്ല എങ്ങനെ പറയാം? ദേ ഈറ്റ് നത്തിങ്. അവർ ഒന്നും കഴിക്കാറില്ല. ദേ ഈറ്റ്. ദേ ഈറ്റ്. ദേ ഈറ്റ് നത്തിങ്. അവരൊന്നും കഴിക്കാറില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമുകൾ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് പരസ്പരം അറിയാമോ എന്ന് ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുക? നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? പരസ്പരം, അതിന് ഈച്ച് അതർ. ഡു യു നോ ഈച്ച് അതർ? ഡു യു നോ ഈച്ച് അതർ? നിങ്ങൾക്ക് പരസ്പരം അറിയാമോ? ഡു യു നോ ഈച്ച് അതർ. ഡു യു നോ എന്ന് ചോദിച്ചാൽ എന്താണ്? ഡു യു നോ, നിനക്കറിയാമോ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ എന്നാണ്. നിങ്ങൾക്കറിയാമോ? ഡു യു നോ. ഇനി ഇതിന് ക്വസ്റ്റ്യൻ ആൻസർ പറയാനാണെങ്കിൽ എങ്ങനെ പറയാം? യെസ് എന്നാണെങ്കിൽ യെസ് വി ഡു. നോ എന്നാണെങ്കിൽ നോ വി ഡോണ്ട്. നോ വി ഡോണ്ട്. ഞങ്ങൾക്കറിയാമെന്ന് പറയാൻ വി നോ. വി നോ. ഞങ്ങൾക്കറിയില്ല എന്ന് പറയാൻ വി ഡോണ്ട് നോ. വി ഡോണ്ട് നോ. ഞങ്ങൾക്കറിയില്ല. അവൾക്ക് അവനെ അറിയുമോ? അവൾക്ക് അവനെ അറിയോ? ഡസ് ഷീ നോ ഹിം? ഡസ് ഷീ നോ ഹിം? ഡസ് ഷീ നോ ഹിം? അവൾക്ക് അവനെ അറിയുമോ? ഇനി ഇതിൻ്റെ ആൻസർ പറയാൻ യെസ് എന്നാണെങ്കിൽ യെസ് ഷീ ഡസ്. യെസ് ഷീ ഡസ്. നോ എന്നാണെങ്കിൽ നോ ഷീ ഡസിൻറ്റ്. നോ ഷീ ഡസിൻറ്റ്. ഇനി അവൾക്കറിയാമെന്ന് പറയാൻ ഷീ നോസ്. ഷീ നോസ്. അവൾക്കറിയില്ല എന്ന് പറയാൻ ഷീ ഡസിൻ നോ. ഷീ ഡസിൻ നോ. ഡസിൻറ്റ്. ഡസ് നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ഫോം, അത് ചുരുക്ക രൂപമാണ് ഡസിൻറ്റ് എന്നത്. അപ്പോൾ നമുക്ക് ഫ്ലുവൻസിക്ക് വേണ്ടി നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ഡു നോട്ട് എന്നതിൻ്റെ കോൺട്രാക്ഷൻ ഫോമാണ്, ചുരുക്ക രൂപമാണ് ഡോണ്ട് എന്നത്. ഡോണ്ട്. അതുപോലെ തന്നെ ഡു, ഡസ് ഇവ വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ മുമ്പേ ഒരു ലെസണിൽ പഠിച്ചിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ ലെസണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കണ്ടു. അപ്പോൾ നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ ഫോമുകൾ കൂടി നോക്കാം, കോമൺ ആയിട്ടുള്ളത്. നിങ്ങളുടെ അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? അമ്മ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? വീട്ടുജോലിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റു വരുമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത് അല്ലേ. വീട്ടുജോലി എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഡസ് യുവർ മദർ വർക്ക്? ഡസ് യുവർ മദർ വർക്ക്? ഡസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ യുവർ എന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. യുവർ മദർ ഇത് സിംഗുലർ സബ്ജക്റ്റാണ്. ഡസ് യുവർ മദർ വർക്ക്? അപ്പോൾ യെസ് എന്നാണെങ്കിൽ യെസ് ഷീ ഡസ്. യെസ് ഷീ ഡസ്. നോ എന്നാണെങ്കിൽ നോ ഷീ ഡസിൻറ്റ്. നോ ഷീ ഡസിൻറ്റ്. അല്ലെ, വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുമ്പോഴോ? അപ്പോൾ വാട്ട് ഡു യു ഡു? യു അത് പ്ലൂറലിൽ ചോദിക്കുമ്പോൾ വാട്ട് ഡു യു ഡു എന്നാണ് ചോദിക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി, വരുമാനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത്. വാട്ട് ഡു യു ഡു നമുക്ക് എന്ത് ആൻസർ പറയാം? നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പറയാം അല്ലേ. ഐ എം എ ടീച്ചർ, അല്ലെങ്കിൽ ഐ എം എ ഡ്രൈവർ, ഐ എം എ മെക്കാനിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പട്ടണത്തിലാണോ താമസിക്കുന്നത്? നിങ്ങൾ പട്ടണത്തിലാണോ താമസിക്കുന്നത്? സ്ഥിരമായിട്ട് നിങ്ങളിപ്പോൾ പട്ടണത്തിലാണോ താമസിക്കുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഡു യു ലീവ് ഇൻ ദ സിറ്റി? ഡു യു ലീവ് ഇൻ ദ സിറ്റി? യെസ് എന്നാണെങ്കിൽ യെസ് ഐ ഡു. നോ എന്നാണെങ്കിൽ നോ ഐ ഡോണ്ട്. നോ ഐ ഡോണ്ട്. നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്? രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്? ഇതൊരു ഡെയിലി റുട്ടീനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ എഴുന്നേൽക്കാറ്? വാട്ട് ടൈം ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്? വാട്ട് ടൈം ഡു യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്? രാവിലെ നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കാറ്?
അവൻ എത്ര മണിക്കാരെന്ന് ചോദിക്കുമ്പോൾ വാട്ട് ടൈം ഡസ് ഹി എന്നാണ് വരിക. വാട്ട് ടൈം ഡസ് ഹി. അവനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്. അതുപോലെ താമസം, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോമുകൾ, ക്വസ്റ്റ്യൻ ഫോമുകളൊക്കെ ഈ ഒരു ടെൻസ് ഫോമിലാണ് ചോദിക്കേണ്ടത്. അവനിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഹി ലിവ് നൗ. വേർ ഡസ് ഹി ലിവ് നൗ. അവൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? വേർ ഡസ് ഹി ലിവ് നൗ. അവൻ ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഹി ലിവ്സ് ഇൻ ചെന്നൈ. ദെൻ നെക്സ്റ്റ് വൺ, മനുവിന് കോഫി ഇഷ്ടമാണോ? മനുവിന് കോഫി ഇഷ്ടമാണോ? ഡസ് മനു ലൈക്ക് കോഫി. ഡസ് മനു ലൈക്ക് കോഫി. അപ്പോൾ മനു ഒരാളാണ്, അപ്പോൾ ഡസ് മനു ലൈക്ക് കോഫി. അപ്പോൾ അതിനെന്താണ് ആൻസർ പറയുക? യെസ് ഹി ഡസ് എന്ന് പറയാം, അല്ലെങ്കിൽ നോ ഹി ഡസിൻ്റ് എന്ന് പറയാം. നോ ഹി ഡസിൻ്റ്. അത് മനുവിന് കോഫി ഇഷ്ടമാണ് എന്ന് സെൻറ്റൻസ് ആക്കി പറയുമ്പോൾ എങ്ങനെ പറയുക? മനുവിന് കോഫി ഇഷ്ടമാണ്. മനു ലൈക്സ് കോഫി എന്നാണ് പറയുക. മനു ലൈക്സ് മനു ഒരാളാണ്, അപ്പോൾ മനു ലൈക്സ് കോഫി. മനു ലൈക്സ് കോഫി. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഡസ് മനു ലൈക്ക് കോഫി. ഡസ് മനു ലൈക്ക് കോഫി. അപ്പോൾ മനു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേർബ് എന്താണ്? വേർബ് ബേസ് ഫോം മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനോട് എസ് ചേർക്കരുത്. ക്വസ്റ്റ്യനിൽ എസ് ചേർക്കരുത്. ഡസ് മനു ലൈക്ക് കോഫി. അപ്പം മനുവിനും സാമിനും യാത്ര ഇഷ്ടമാണോ? മനുവിനും സാമിനും എന്ന് പറയുമ്പോഴാണ് ഒന്നിൽ കൂടുതൽ പേര് വന്നു അല്ലേ. അപ്പം ഡു മനു ആൻഡ് സാം ലൈക്ക് ട്രാവലിംഗ്. ഡു മനു ആൻഡ് സാം ലൈക്ക് ട്രാവലിംഗ്. മനുവിനും സാമിനും യാത്ര ഇഷ്ടമാണോ? അപ്പോൾ മനു ആൻഡ് സാം രണ്ടുപേരാണ് ഡു. നീ നിൻ്റെ വീട്ടുജോലിയൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടോ എന്നാണ് അല്ലേ. ഡു യു ഡു യുവർ ഹൗസ് ചോസ്. വീട്ടുജോലിയൊക്കെ ചെയ്യാറുണ്ടോ? ഹൗസ് ചോസ് വീട്ടുജോലി. യെസ് ഐ ഡു. ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട് എന്ന് പറയാൻ യെസ് ഐ ഡു. ചെയ്യാറില്ല എന്ന് പറയാൻ നോ ഐ ഡോണ്ട്. നിൻ്റെ ഹോംവർക്കുകൾ ചെയ്യാറുണ്ടോ? ഡു യു ഡു യുവർ ഹോംവർക്ക്. നീ നിൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ടോ? വാട്ട് ഡിസ് ഇറ്റ് മീൻ. ഇതിൻ്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ ഇത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വാട്ട് ഡിസ് ഇറ്റ് മീൻ. ഇത് പ്രവർത്തിക്കാറുണ്ടോ. ഡസ് ഇറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കാറുണ്ട് എന്നിങ്ങനെ പറയാം. ആസ് ഇറ്റ് ഡസ്. ഇത് പ്രവർത്തിക്കാറുണ്ട് എന്ന് ശരിക്കും സെൻറ്റൻസ് ആക്കി പറയുമ്പോൾ ഇറ്റ് വർക്ക്സ് എന്നാണ് പറയുക. ഇറ്റാണ്, അപ്പോൾ ഇറ്റ് വർക്ക്സ്. ഇത് പ്രവർത്തിക്കാറുണ്ട്. ഇത് ദിവസവും ഉപയോഗിക്കാറുണ്ടോ? ഡസ് ഇറ്റ് യൂസ് ഡെയിലി. നോ ഇറ്റ് ഡസൻറ്റ്, അല്ലെങ്കിൽ യെസ് ഇറ്റ് ഡസ് എന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിക്കാറുണ്ട് എന്നർത്ഥം. യെസ് ഇറ്റ് ഡസ്, ഇത് ഉപയോഗിക്കാറുണ്ട്. നോ ഇറ്റ് ഡസൻറ്റ്, ഇത് ഉപയോഗിക്കാറില്ല. ഇത് ദിവസവും മാറ്റാറുണ്ടോ? ഡസ് ഇറ്റ് ചേഞ്ച് ഡെയിലി. ഇത് ദിവസവും മാറ്റാറുണ്ടോ? ഡസ് ഇറ്റ് ചേഞ്ച് ഡെയിലി. യെസ് എന്നാണെങ്കിൽ യെസ് ഇറ്റ് ഡസ്. നോ എന്നാണെങ്കിൽ നോ ഇറ്റ് ഡസൻറ്റ്, ഇത് മാറ്റാറില്ല. യെസ് ഇറ്റ് ഡസ്, ഇത് മാറ്റാറുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ നമ്മളിത് മാറ്റാറുണ്ട് എന്നിങ്ങനെ പറയാം. യെസ് ഇറ്റ് ചേഞ്ച്. ഇനി വണ്ടി എപ്പോഴാണ് എത്താറ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വണ്ടി എപ്പോഴാണ് എത്താറ്? സാധാരണ എത്തുന്ന ടൈമാണ് ചോദിക്കുന്നത്. അപ്പോൾ വെൻ ഡസ് ദ ട്രെയിൻ അറൈവ്. ട്രെയിനാണ്. അപ്പോൾ ദ ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് സിംഗുലറാണ്, അപ്പോൾ ഈ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. വെൻ ഡസ് ദ ട്രെയിൻ അറൈവ്. വണ്ടി എപ്പോഴാണ് എത്താറ്? സിംഗുലർ സബ്ജക്റ്റ് ആണ്. വണ്ടി എപ്പോഴാണ് എത്താറ്? അപ്പോൾ വണ്ടി 2 മണിക്കാണ് എത്താറെങ്കിൽ എങ്ങനെ പറയാം നമ്മൾ? The train arrives at 2 o'clock. സാധാരണ 2 മണിക്ക് എത്തുന്ന വണ്ടിയാണ് എന്നർത്ഥത്തിലാണ് at 2 o'clock എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഗ്രാമറാണ്. സംശയമുണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റായിട്ട് ഒന്ന് കണ്ടു നോക്കണേ, അപ്പോൾ നന്നായി മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക. ബൈ.